തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ബാക്കി വെച്ച ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെയും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ പ്രസിദ്ധമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, അക്രൈസ്തവർക്കും ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഏറിയ പങ്കും അവർക്ക് കാണാപ്പാടമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ യേശു മലമേൽ കയറി ഉച്ചത്തിൽ ജനങ്ങളോട് സംസാരിക്കുവാൻ പുരുഷാരം അവൻ്റെ അടുത്ത് കൂടി വന്നു. ശിഷ്യന്മാരും യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കർത്താവ് 9 ഭാഗ്യവാന്മാരെ പ്രഖ്യാപിക്കുകയുണ്ടായി. മനുഷ്യരുടെ ഇടയിൽ ഭാഗ്യവാന്മാരല്ലാത്ത, ഭാഗ്യമില്ലാത്ത, ഭാഗ്യദോഷികളായിട്ടുള്ള, നിർധനരായിട്ടുള്ള ജനങ്ങളോട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യർ നമുക്ക് ഭാഗ്യം വരുത്തിയില്ല എങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഭാഗ്യകരമായ ഒരവസ്ഥ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് നമുക്ക് ഭാഗ്യമായ ചില അവസ്ഥകൾ നേരിട്ട് ലഭിക്കുന്നതിനുള്ള ചില മാർഗങ്ങൾ കർത്താവ് പറഞ്ഞു. മനുഷ്യർക്ക് ഭാഗ്യവാന്മാരാകാം. അനുഗ്രഹിക്കപ്പെട്ട വചനം. ഈ 9 ഭാഗ്യവാന്മാരിലും എല്ലാവർക്കും ഭാഗ്യം ലഭിക്കേണ്ടതിന് അവരവർ ചെയ്യേണ്ടതായ ചില കടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു. ചിലർ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആത്മാവിലെ ദാരിദ്ര്യം നിമിത്തം അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വേറൊന്നാണ്. എന്നാൽ കൊടുക്കുന്ന നാണയത്തിൽ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു ഭാഗ്യകരമായ ഒരവസ്ഥ, അതാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി ചിന്തയ്ക്ക് തന്നിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നീ കൊടുക്കുന്ന നാണയത്തിൽ തന്നെ നിനക്ക് തിരികെ കിട്ടും. അത് തന്നെ കിട്ടും, വേറൊന്നല്ല. കരുണ കൊടുത്തിട്ട് കരുണ വാങ്ങുക. കരുണ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ കരുണ കൊടുത്തില്ലെങ്കിൽ നിനക്ക് കരുണ ലഭിക്കുവാൻ സാധ്യമല്ല. എന്താണ് ഈ കരുണ? നമ്മൾ കരുണയോടൊപ്പം പാരലായിട്ട് നടന്നു പോകുന്ന, അതിൻ്റെ അർത്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന വേറൊരു വ്യക്തിയുണ്ട്, ദയ. കേൾവിയിൽ രണ്ടുപേരും ഒന്നാണെന്ന് തോന്നും, പക്ഷെങ്കിൽ രണ്ടുപേരുടെയും പ്രവൃത്തി രണ്ടും രണ്ടാണ്. ദയ എന്ന് പറയുന്നത് ഒരു വാക്കിൽ തീരും, കരുണ പ്രവൃത്തിയിൽ തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു മനുഷ്യൻ എങ്ങനെ കരുണയുള്ളവനാകാം? എങ്ങനെയാണ് കരുണ കൊടുക്കുന്നത്? എങ്ങനെയാണ് കരുണയെ വാങ്ങുവാൻ കഴിയുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഒരു സാധുവായ മനുഷ്യൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ഒരു കൊച്ചു മനോഹരമായ വീട് ഒരു ചെറിയ സ്ഥലത്ത് താൻ പണിതു. അതിൽ അല്പകാലം പാർത്തു, സന്തോഷമായിരുന്നു. എന്നാൽ കാലങ്ങൾ ചെല്ലെ താൻ രോഗിയായി തീർന്നു. ബാങ്കിലെ തവണകൾ തിരിച്ചടയ്ക്കാൻ തനിക്ക് നിവൃത്തിയില്ലാതായി. വളരെ വിഷമം, സങ്കടം. എങ്ങനെ തിരിച്ചടയ്ക്കും? ബാങ്കുകാർ തവണകൾ മുടങ്ങിയതോടുകൂടെ അവരുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം തീർന്നു. പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു, ജപ്തി ചെയ്യും, തവണകൾ അടയ്ക്കണം, ശിക്ഷയാണ്, പലിശ കൂടുതൽ വരും എന്ന് വേണ്ട ഓരോരോ കാര്യങ്ങൾ ബാങ്കുകാർ അവരോട് പറയുകയുണ്ടായി. എങ്കിലും ഇത് കേൾക്കാനല്ലാതെ ആ പണം തിരിച്ചടയ്ക്കാൻ അവരെ കൊണ്ട് സാധിക്കാതെ വന്നു. പല വാതിലുകളും മുട്ടി, എങ്ങും ഒരു രക്ഷയും അവർ കണ്ടില്ല. ഒടുവിൽ അവർ ഭയന്നതായ ഒരു ദിവസം വന്നു. ബാങ്കുകാർ ആ ഭവനവും സ്ഥലവും ജപ്തി ചെയ്യാൻ വേണ്ടി ആ വീടിൻ്റെ അങ്കണത്തിൽ വന്നു. നാട്ടുകാരെല്ലാവരും തടിച്ചുകൂടി. ഈ ബാങ്കുകാർ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാർ, പ്രസ്തുത ആ സാധുക്കളെ, ആ ഭവന രോഗിയായ മനുഷ്യനെയും തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പൊടിക്കുഞ്ഞുങ്ങളെയും ആ ഭവനത്തിൽ നിന്ന് വെളിയിലിറക്കി. അവരുടെ അത്യാവശ്യ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ആ സാധുക്കൾ കണ്ണുനീരോടെ ഭവനം വിട്ട് വെളിയിൽ വന്നു. അതിൻ്റെ തൊട്ടും മുമ്പിലുള്ളതായ വഴിയരിയിൽ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ അവർ ഇരുന്ന് കരയുകയാണ്. നടപടി
വളരെ വ്യക്തമായി ബാങ്കുകാർ നടത്തി. വസ്തുവും വീടും ജപ്തി ചെയ്തു, ലോക്ക് ചെയ്ത് മുദ്ര ചെയ്തു. അവർ സ്ഥലം വിട്ടു. തടിച്ചുകൂടിയ നാട്ടുകാർ വളരെ പ്രതിഷേധാത്മകമായി ബാങ്കുകാരോടും പോലീസുകാരോടുമൊക്കെ സംസാരിച്ചു. പക്ഷേ നിയമപരമായി അവർ കാണിച്ചത് ശരിയാണ്. തവണകൾ അടയ്ക്കാൻ ഇവർക്ക് വീഴ്ച വന്നുപോയി. എങ്ങനെ അവരെ രക്ഷിക്കും? നാട്ടിലെല്ലാം കേൾവിയായി. ഈ സാധുക്കളെ കുറിച്ച് വളരെ കേൾവി. അയ്യോ, പാവങ്ങൾക്ക് ഇങ്ങനെ പറ്റിയല്ലോ, രോഗിയായ മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അവരിനി എങ്ങോട്ട് പോകും, എന്തു ചെയ്യുമെന്നൊക്കെ വളരെ ദയനീയമായി മനുഷ്യർ അവിടെ സംസാരിച്ചു. ഇതിനാണ്, ഈ സംസാരത്തിന്റെ വാക്കാണ് ദയ. ദയയോടെ മനുഷ്യർ ദയുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഈ സംസാരിച്ചതെല്ലാം ദയ വാക്കിൽ അവസാനിച്ചു. എന്നാൽ ഇവരുടെ ഈ സാധുക്കളുടെ ഈ വിഷയം, പ്രസ്തുത വിഷയം കേട്ടുകൊണ്ട് ആ നാട്ടിൽ കരുണയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവിടെ കടന്നു വന്ന് ആ റോഡരികിൽ മരത്തിന്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്നതായ ആ സാധുക്കളെ, കുഞ്ഞുങ്ങളെയും അവരുടെ സാധനങ്ങളുമായി വണ്ടിയിൽ കയറ്റി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. അവർക്ക് രക്ഷ വരുന്നിടം വരെ, അവരുടെ കടം വീടുന്നിടം വരെ, ഇല്ലെങ്കിൽ അവർക്കൊരു നിവൃത്തിയാകുന്നിടം വരെ അഭയം ആ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കൊടുക്കുകയുണ്ടായി. അതിനാണ് കരുണ എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിൽ വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും കരുണയുള്ളവരുണ്ട്, കരുണ കാണിക്കുന്നവരുണ്ട്. ഇങ്ങനെ കരുണ കാണിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമിയെ ദൈവം ബാലൻസ് ചെയ്യുന്നത്. കരുണ കാണിക്കുവാൻ മനുഷ്യരില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയുടെ ആകമാനം സൊദോം ഗൊമോറ പോലെ ദൈവം ദഹിപ്പിച്ചു കളയുമായിരുന്നു. ഈ ഭൂമി നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കരുണയാലും ദൈവത്തിന്റെ കരുണ പ്രകടിപ്പിക്കുവാൻ ദൈവം ചില മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് കൊണ്ടുമാണ്. അങ്ങനെ ലോക മനുഷ്യരുടെ ഇടയിലും കരുണയുള്ളവരുണ്ട്. എങ്കിൽ കർത്താവിൻ്റെ പ്രഭാഷണം, അവന്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾ തീർച്ചയായിട്ടും കരുണ കാണിക്കുന്നവരാകണം എന്ന നിർബന്ധം കർത്താവ് അവിടെ ചെലുത്തുകയാണ്. നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാകാൻ താല്പര്യമുണ്ടോ? ഈ ഭൂമിയിൽ നിങ്ങൾ ഭാഗ്യവാന്മാരല്ലെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കാരും അഭയം തരുന്നില്ലായിരിക്കാം. പക്ഷെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അഭയം കൊടുക്കുവാനും കരുണ കൊടുക്കുവാനും, നിങ്ങൾ കരുണ പ്രവർത്തിക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുകയും അപ്പോൾ നിങ്ങൾക്കും കരുണ ലഭിക്കും. കരുണ വേണ്ട, എനിക്കാരുടെയും കരുണ വേണ്ട എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യർ കാണും. എന്നാൽ അവരും ജീവിതത്തിന്റെ ചില പകുതികളിൽ കരുണയ്ക്ക് വേണ്ടി കരയുന്ന, വിലപിക്കുന്ന, കൈനീട്ടുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ നമുക്ക് എടുത്തു പറയുവാനുണ്ട്. ഒന്നല്ല, രണ്ടല്ല, പല അനുഭവങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരനുഭവം കൂടെ പറഞ്ഞാൽ, ഒരിക്കൽ ബോംബെയിൽ ഏതാണ്ട് 12 വയസ്സുള്ള ഒരു കുട്ടിയെ ഫുട്പാത്തിൽ താമസിക്കുന്നവർ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നതിൻ്റെ കാഴ്ചയിൽപ്പെട്ടു. അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു മലയാളി കുട്ടിയാണ്. ഏകദേശം 12 വയസ്സുള്ള ഒരു അനാഥനാണ്. തൻ്റെ പിതാവ് തൻ്റെ അമ്മയെയും അവനെയും ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞു. ഉപജീവനത്തിന് വേണ്ടി ബോംബെയിൽ വന്ന് കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടു. രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല. അവനെ മർദ്ദിക്കുന്നത് കണ്ട് എനിക്ക് വളരെ സങ്കടമായി. ആ മർദ്ദിക്കുന്നവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ എവിടുന്നോ ആരുടെ കയ്യിൽ നിന്നോ ചെറിയൊരു വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന കുട്ടിയാണ്. അങ്ങനെ അവരുമായിട്ട് ഒരു കോംപ്രമൈസിലെത്തി എൻ്റെ മനസ്സിൽ അവനെ രക്ഷിക്കണമെന്നുള്ളതായ ഒരു ചിന്ത ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സമ്മർദ്ദം ചെലുത്തി. അവരോട് വേണ്ടപ്പെട്ടവരോട് സംസാരിച്ച് ആ കുട്ടിയെ ഒരിക്കൽ 300 രൂപയ്ക്ക് അന്നത്തെ കാലത്ത് 1979 ഞാൻ വിലയ്ക്ക് വാങ്ങി. അവനെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ താമസിച്ചിരുന്നതായ കൊച്ച് ആ റൂമിൽ അവൻ അഭയം കൊടുത്തു. കുളിപ്പിച്ച് വൃത്തിയാക്കി അവൻ്റെ മുറിവുകളെ ശുശ്രൂഷിച്ചു. അവന് നല്ല ഉടുപ്പ് വാങ്ങിക്കൊടുത്തു. അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഭവനത്തിലെ അഡ്രസ്സൊക്കെ വാങ്ങി സംഘടിപ്പിച്ചും കൊണ്ട് അവൻ്റെ മാതാവിന് കത്തെഴുതി. അവൻ ജീവനോടിരിക്കുന്നെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം. ആ കുട്ടിയെ ഞാൻ നേരിട്ട് കൊണ്ടുവന്ന് തൃശ്ശൂരിൽ അതിൻ്റെ മാതാവിനെ ഏൽപ്പിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് വളരെ സങ്കടകരമായ ചില പാതകളിൽ കൂടെ ഞാൻ കടന്നു പോവുകയുണ്ടായി. പറയാൻ പോലും ഭയം തോന്നുന്ന ചില സാഹചര്യങ്ങൾ എൻ്റെ മുൻപിൽ കടന്നു വരികയുണ്ടായി. ആരിലും ആശ്രയമില്ലാതെ രക്ഷിക്കുവാൻ ആരും മുന്നോട്ട് വരാൻ കഴിയാത്ത ചില സാഹചര്യം എൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും സംസാരിച്ചിട്ടും യാതൊരു രീതിയിലും ബന്ധവും എൻ്റെ ഭാഷയും അല്ലാത്ത ചില വ്യക്തി ജീവിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷിക്കുവാൻ വീണ്ടെടുക്കുവാൻ കടന്നു വന്ന പാതകളെ എനിക്കറിയാം. ഒന്നല്ല, രണ്ടല്ല, അനേകം സന്ദർഭങ്ങളിൽ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? നമ്മൾ കരുണ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കരുണ ലഭിക്കുകയുള്ളൂ. ദൈവവും ആ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ നാം കരുണ കൊടുക്കുന്നവരാകണം. നാം കൊടുക്കുന്ന കരുണ അതേ നാണയത്തിൽ പല പ്രാവശ്യം ദൈവം തരുവാൻ സ്വർഗത്തിനൊരു കടപ്പാടുണ്ട്. നമ്മളിൽ കരുണ നിറഞ്ഞവരാകണം. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് മേഴ്സിഫുൾ എന്ന് പറഞ്ഞാൽ കരുണ നിറഞ്ഞിരിക്കുന്നവൻ. നമ്മുടെ ദൈവം നമ്മോട് കരുണ കാണിച്ചത് നമ്മളൊന്നും കൊടുക്കാതെ സൗജന്യമായി നമ്മോട് കാണിച്ചതായ അവന്റെ കരുണ. പടുക്കുഴിയിൽ, പാപത്തിന്റെ കുഴിയിൽ, ചേറ്റിലും അല്ലെങ്കിൽ അനർത്ഥങ്ങളിലും, ആർക്കും വേണ്ടാത്ത ചില ജീവിത ചുറ്റുപാടുകളിലും, നാറ്റം വയ്ക്കുന്ന ചുറ്റുപാടുകളിലും, ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലുമൊക്കെ നാം ആയിരുന്നപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ വീണ്ടെടുത്ത് കൈക്ക് പിടിച്ച് ഉയർത്തി, ആ ചേറ്റിൽ നിന്ന് ഉയർത്തി അവൻ പാറമേൽ നിർത്തി. ആ പാറമേൽ ഇരുന്നു കൊണ്ട് ഒരുവൻ പറയുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തിരക്തത അനുഭവപ്പെടുന്നത്, ആരും നമ്മളെ സഹായിക്കുവാനില്ല എന്ന് വേദനപ്പെട്ട് നിലവിളിക്കേണ്ട, കണ്ണുനീരൊഴിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ നമുക്ക് നേരിട്ടാൽ നമ്മൾ ചിന്തിക്കണം, നമ്മളിൽ കരുണ കുറഞ്ഞുപോയി. നമ്മളിൽ കരുണയുള്ളവരാണെങ്കിൽ, നമ്മൾ കരുണ നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് അവകാശമായി പറയുവാനുള്ളതെങ്കിൽ, നമ്മളെ സഹായിക്കുവാൻ സ്വർഗം ചില ജീവിതങ്ങളെ പറഞ്ഞയക്കും. അത് നിന്റെ സ്വന്തക്കാരാകണമെന്നില്ല, അവൻ നിന്റെ ബന്ധുക്കളാകണമെന്നില്ല, കൂട്ടുകാരാകണമെന്നില്ല, സ്വഭാഷക്കാരാകണമെന്നില്ല, യാതൊരു രീതിയിലും നീയുമായി പരിചയമുള്ളവരാകണമെന്നില്ല. സ്വർഗം നിയോഗിക്കുന്ന ചില ജീവിതങ്ങൾ നിന്നെ കൈക്ക് പിടിച്ച് ഉയർത്തുവാൻ അവിടെ അയക്കപ്പെടും. അത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. കാരണം നീ കരുണ കൊടുക്കുന്നവൻ, കരുണയുള്ളവൻ. ദയയും വിശ്വസ്തതയും കരുണയും ദൈവത്തിന്റെ കൈ മുതലാണ്. ആ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവം. കരുണയുടെ സമ്പന്നത കൊണ്ട് അവൻ സ്വർഗം നിറഞ്ഞിരിക്കുന്നു. ആ സമ്പന്നതയിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ നോക്കുകയാണ്. കരുണ കാണിക്കുന്ന മനുഷ്യരുണ്ടോ? മറ്റുള്ളവരോട് കരുണയാൽ ഇടപെടുന്നവരുണ്ടോ? കരുണ പ്രവർത്തിക്കുന്നവരുണ്ടോ? ഇല്ല. കേവലം ദൈവത്തെയോ മനുഷ്യനെയോ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ കേവലം ദയയുള്ളവരാകാം. ഒരു വാക്കുകൊണ്ട് നമ്മുടെ കടപ്പാടുകൾ തീർക്കാം. പക്ഷേ സ്വർഗം തിരിഞ്ഞു നോക്കുന്നത് കരുണയുള്ളവർ. കരുണയുള്ളവർ എവിടെ? കരുണ പ്രവർത്തിക്കുന്നവരുണ്ടോ? കരുണ കൊടുക്കുന്നവരുണ്ടോ? അവർക്ക് കരുണ കൊടുക്കുവാൻ സ്വർഗം നിർബന്ധിതമാകുന്നു. സ്വർഗത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്ന വ്യക്തിത്വങ്ങളായി വിശ്വാസ ജീവിതങ്ങൾ, അല്ലെങ്കിൽ കർത്താവിനെ നോക്കി കർത്താവിൽ ആശ്രയിക്കുന്നവർ, കർത്താവിൽ വിശ്വസിക്കുന്നവർ, കർത്താവിനെ ആരാധിക്കുന്നവർ കരുണ കൊടുക്കുന്നവരാകണം, കരുണയുള്ളവരാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ആ കരുണ കൊടുത്ത് കരുണ ലഭിക്കുന്നതായ ഭൂമിയിലെ ഭാഗ്യവാന്മാരായി തീരുവാൻ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.